ശ്വേതാ മിസ് ആണ്. മാസങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്നുണ്ടല്ലേ. മാസങ്ങള് എത്ര മാസങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് മാസത്തിന്റെ പേര് എന്നുള്ളതും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് 12 മാസങ്ങളാണല്ലേ ഉള്ളത്. ഏതൊക്കെയാണ് ആ മാസങ്ങള്? അതെ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. ഇതൊക്കെ മലയാളത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ല, മെയ് ആണ് കേട്ടോ. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അല്ലേ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താണെന്നറിയോ, മിസ് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. നമ്മുടെ മിന്നുക്കുട്ടി ഒരു വാഴ നട്ടുവേ. ഒരു വാഴ മിന്നുക്കുട്ടി നട്ടിട്ടുണ്ട്. എപ്പോഴാണെന്നറിയോ? ഫെബ്രുവരിയിലാണ് ആ ഒരു വാഴ നട്ടത്. എപ്പോഴാണ്? ഫെബ്രുവരി ട്ടോ. ഫെബ്രുവരിയിലാണ് മിന്നുക്കുട്ടി ആ ഒരു വാഴ നട്ടിട്ടത്. ഏതാണ് ഫെബ്രുവരി? ഈ ഒരു മാസം അല്ലെ, 2ാമത്തെ മാസം ഫെബ്രുവരിയിലാണ് മിന്നുക്കുട്ടി ആ ഒരു വാഴ നട്ടിട്ടുള്ളത്. ആ വാഴ ഓരോ മാസം വലുതാവുന്നതിന്റെ ചിത്രങ്ങൾ മിന്നുക്കുട്ടി എടുത്തു വെച്ചു. ഫെബ്രുവരിയിൽ നട്ടപ്പുള്ള ചിത്രം ഇതാണ് കേട്ടോ, ഫെബ്രുവരിയില്. പിന്നെ അടുത്തത് എപ്പോഴാണെന്നറിയോ? മാർച്ചിലാണ് എടുത്തത്. മാർച്ചിൽ ഈ ഫോട്ടോ എടുത്തു. പിന്നെയോ ഏപ്രിലിൽ എടുത്തു, മെയ്, ജൂൺ, അങ്ങനെ പോയി പോയി ഓരോ മാസത്തിന്റെയും ഫോട്ടോകൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വാഴ കൊലച്ചത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ, ഈ ഒരു ചിത്രത്തിലല്ലേ നമ്മുടെ വാഴ കൊലച്ചിട്ടുള്ളത്. എപ്പോഴാണ് ഈ പഴങ്ങൾ ഉണ്ടായത് ഈ ഒരു വാഴയില് എന്നുള്ള മാസം നമ്മൾ കണ്ടുപിടിക്കണം. ഏത് മാസത്തിലാണെന്നുള്ളത്. അപ്പൊ ഏതാണ്? ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ആണല്ലേ. ഇത് മാർച്ചിന്റെ ചിത്രമാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണല്ലേ. അപ്പൊ സെപ്റ്റംബറിലാണ് നമ്മളെ വാഴപ്പഴങ്ങളൊക്കെ തന്നിട്ടുള്ളത് അല്ലെ. സെപ്റ്റംബറിലാണ്. അങ്ങനെയെങ്കിൽ മിസ് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. മിന്നുക്കുട്ടി ഇപ്പോ ഫെബ്രുവരിയിലല്ല, മിന്നുക്കുട്ടി ജനുവരിയിലായിരുന്നു ഇത് നട്ടതെങ്കിലോ? ജനുവരിയിലായിരുന്നു മിന്നുക്കുട്ടി ഈ ഒരു വാഴ നട്ടതെങ്കിൽ എപ്പോഴായിരിക്കും കൊലക്കുന്നുണ്ടാവുക? ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ആവും അല്ലേ. ജനുവരിയിലായിരുന്നു നട്ടതെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് മാസങ്ങളൊക്കെ അറിയാലോ അല്ലെ. നമ്മൾ ഇപ്പൊ ഏത് മാസത്തിലാണ് ഉള്ളത് എന്ന് എന്റെ മക്കൾ ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് പറയാട്ടോ. നല്ല ഉച്ചത്തിൽ പറയാ. ഏത് മാസമാണ് ഇപ്പോ, ഇന്ന് ഏത് മാസമാണ്, ഏത് ദിവസമാണ് എന്നുള്ളത് മക്കളൊന്ന് ഉച്ചത്തിൽ പറയാ. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ.